എന്തുകൊണ്ട് നമുക്ക് ഉറങ്ങാതിരിക്കുന്നത് ഒരു കണ്ടന്റ് കൂടാണ്. വാട്സ്ആപ്പ് ഗൈസ്, ഇറ്റ്സ് യുവർ ബോയ് അപ്പു ഹിയർ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് ഗൈസ്, നിങ്ങൾക്ക് കണ്ണ് കണ്ടാൽ തന്നെ അറിയാം ഉറങ്ങാനായിട്ട് ഞാൻ ഇതുപോലെ ഇരിക്കുവാണ്. സമയം പറയുകയാണെങ്കിൽ ശേഷം 1:56 ആയിരിക്കുവാണ്, 1:56 കേട്ടോ. അപ്പോൾ അതിലും നമ്മുടെ ഇന്നത്തെ വീഡിയോ കളിക്കുന്ന ഗൈസ്, ഇത് ട്രസ്റ്റ് മീ ഗൈസ്, ഞാൻ ഇപ്പോൾ വിചാരിച്ചത് ഇപ്പോൾ തിങ്ക് ചെയ്ത് ഇപ്പോൾ തന്നെ എടുക്കുന്ന വീഡിയോ ആണ് ഗൈസ്. കുറേ നാൾക്ക് ശേഷമാണ് ഗൈസ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. അതായത് സഡൻ ആയിട്ട് തിങ്ക് ചെയ്ത് ഇപ്പോൾ തന്നെ എടുക്കുന്ന വീഡിയോ. അതായത് 10 മിനിറ്റ് മുന്നെയാണ് ഗൈസ് ഞാൻ തിങ്ക് ചെയ്തത്. കാരണം കുറേ നാളെ വീഡിയോസും കാണാനൊക്കെ ഇല്ലാത്തത്. ബട്ട് ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഗൈസ് ഞാൻ വീഡിയോ ഇല്ലാത്തതിൻ്റെ റീസൺ എനിക്ക് മനസ്സിലാവുന്നത്. കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഗൈസ്. രാത്രി നേരം ഉറങ്ങാത്തത് കൊണ്ട് എനിക്ക് രാവിലെ വലിയ ഒരു മൂഡില്ലേ ഗൈസ്, വീഡിയോ എടുക്കേണ്ട ഒരു വൈബും കാണൊക്കെ വരുന്നില്ല. ബട്ട് ഞാൻ ഇന്ന് വിചാരിച്ചു എന്തുകൊണ്ട് എനിക്ക് ഉറക്കം വരാത്തൊരു കണ്ടന്റ് ആയിക്കൂടാം, അതായത് ഉറങ്ങാതിരിക്കുന്നൊരു കണ്ടന്റ് ആയിക്കൂടാം ഗൈസ്. ഞാൻ നമ്മുടെ അവിക്കൂട്ടറൊക്കെ കുണ്ടിക്ക് കൈ വെച്ച് കിടന്നുറങ്ങുന്നത് കാണുമ്പോൾ ഞാൻ വിചാരിക്കാണ്ട് എന്തിൻ്റെ കുഴപ്പമാണെന്ന്, എന്തിൻ്റെ കുഴപ്പമായത്, ഇത് പ്രശ്നമായത് എനിക്ക് മാത്രം എന്താ ഉറക്കം വരാത്തതെന്ന്. സോ ഹിയർ യു ഗൈസ് ഗോ. നമ്മളിന്ന് 24 hours അല്ല, ഇപ്പോൾ സമയം 2:10 ഞാൻ എത്ര മണിക്കാണ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ കണ്ടതല്ലേ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ 24 hours ആണോ 48 hours ആണോ അല്ല അതൊക്കെ മേലെയാണോ ഗൈസ് ഞാൻ ഉറങ്ങാതിരിക്കാൻ പോകണമെന്നാണ് ഗൈസ് ഞാൻ നോക്കാൻ പോണത്. ഇന്ന് രാവിലത്തേക്ക് എനിക്ക് ഉറങ്ങാതിരിക്കുകയൊക്കെ പറയുമ്പോൾ പുട്ട് വലിയ എളുപ്പമുള്ള ഒരു പരിപാടിയാണ്. ഒരു രസമല്ല, ഒരു രാത്രിക്ക് എനിക്ക് പുട്ട് പോലെ ഉറങ്ങാതിരിക്കാൻ പറ്റും ഗൈസ്. അതായത് ഫുൾ എനർജിയോടെ, രാവിലെ വരെ ഫുൾ എനർജിയോടെ ഗൈസ്. ട്രസ്റ്റ് മീ, പണ്ട് തൊട്ടേ ഇങ്ങനെ തന്നെയാണ് ഏകദേശം. കാരണം എനിക്ക് തോന്നുന്നു മുന്നേയൊക്കെ ഞാൻ ഡെയിലി വീഡിയോസ് കിട്ടിയ ടൈം ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോഴൊക്കെ ആണെങ്കിൽ ഞാൻ ഫുൾ ടൈം അത് രാവിലെ വീഡിയോ എടുക്കും, രാത്രി 4 മണി വരെ എഡിറ്റ് ചെയ്യും, അത് കഴിഞ്ഞാണ് ഗൈസ് ഉറങ്ങാറ്. അപ്പോൾ അങ്ങനെ ശീലമായി ലൈക്ക് ഉറങ്ങാതിരിക്കുന്നത് പറഞ്ഞൊരു നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. ബട്ട് എൻ്റെ ലിമിറ്റാണ് ഗൈസ് ഞാൻ ഇപ്പോൾ നോക്കാൻ പോണത്. എത്ര നേരം എനിക്ക് ഉറങ്ങാതിരിക്കാൻ പറ്റി. ഇപ്പോൾ പറഞ്ഞ ചാർജ് തീർന്നു പോയി ഗൈസ്. എന്നാലും നമ്മൾ കണ്ടിട്ട് ഈ വീഡിയോ നിർത്തത്തില്ല. അപ്പോൾ ഞാൻ എവിടെ നിർത്തിയത് ഗൈസ്, 4-5 മണിക്കൂർ ഉറക്കത്തിലാണ് ഇപ്പോൾ ഓടുന്നത്. കാരണം ലാസ്റ്റ് നൈറ്റ് കുറച്ച് പരിപാടീസും കാണൊക്കെ ഉണ്ടായിരുന്നു, അടുത്ത തെയ്യും കാണൊക്കെ ഉണ്ടായിരുന്നു നാട്ടിൽ തന്നെ. അപ്പോൾ അതിന് പോയി ഉറക്കം കാണൊക്കെ നല്ലോണം ഒഴിഞ്ഞതാണ്. ബട്ട് എന്നാലും ഗൈസ് ട്രസ്റ്റ് മീ, ഇപ്പോൾ തൊട്ടാണ് ചലഞ്ച് തുടങ്ങുന്നത്. എത്ര നേരം എവൈക്കാൻ നിൽക്കാൻ പറ്റുന്നതാണെന്ന് നോക്കാൻ പോകുന്നത്. ഇപ്പം ഇനി കുറച്ച് നേരം നമുക്ക് നെറ്റ്ഫ്ലിക്സ് ഒന്നും കണ്ടിരിക്കാം. അതിനുശേഷം 3 മണി കഴിഞ്ഞ് എനിക്ക് സ്ഥിരമുള്ള ഒരു പരിപാടിയാണ്. 3 മണി സ്ഥിരമുള്ള ഹാബിറ്റാണ് ഗൈസ്. വീട്ടിലൊന്നും അറിയാതെ, ഇതേം വീട്ടിൽ കാണുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല, വീട്ടിൽ നിന്ന് അറിയാതെ നൈസായിട്ട് പുറത്ത് ചാടി ചാവടിക്കാൻ പോകുന്ന പരിപാടിയുണ്ട്. അപ്പോൾ സ്ഥിരം കസ്റ്റമറാണ്. അവിടെ പോയ ഗൈസ് ഞാൻ പറയാം, ഇപ്പം തന്നെ പറയാം, പോയ എന്ത് വേണം ചോദിക്കത്തില്ല ഗൈസ്, അവർ എടുത്തു വെക്കുന്നതാണ്. അപ്പോൾ പൂരി 3 മുട്ട 1 ചായ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കണം ഗൈസ്. അപ്പോൾ അതായത് ഉറങ്ങണം എന്നുള്ള സംഭവം നമുക്ക് മൈൻഡ് കൊടുക്കാൻ പാടില്ല, എന്നാലേ നമുക്കിത് ചാലഞ്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഞാൻ കാണാൻ പോകുന്നത് ബെറ്റർ കോൾ സോൾ എന്ന് പറയുന്ന സീരീസ് ആട്ടോ. അപ്പോൾ നമ്മുടെ ബ്രേക്കിംഗ് ബാഡിൻ്റെ സീക്വൽ ആയിട്ടുള്ളൊരു സീരീസാണ് നമ്മുടെ ബെറ്റർ കോൾ സോൾ. അപ്പോൾ ഇത് കണ്ടിരിക്കുക ഗൈസ്. അപ്പോൾ 2 എപ്പിസോഡ് ഉണ്ട്. അപ്പോഴേക്കും നമുക്ക് ചായ കുടിക്കുന്ന ടൈം ആയിരിക്കും ഗൈസ്. ഓക്കെ അപ്പോൾ കണ്ടിട്ട് വരാം ഗൈസ്. ബൈ ഗൈസ്. അങ്ങനെ ഫൈനലി 4 മണി കഴിഞ്ഞിരിക്കുവാണ്. സീരീസ് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നേരെ പോവാം, ചായ കുടിക്കാനുള്ള പരിപാടിയാണ്. സോ പോവാം. ഓക്കെ ഗൈസ്, ഇനി ചായ കുടിച്ചിട്ട് വരാം. ചായയും കാണൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ വീട്ടിലേക്കല്ല, നമ്മൾ സൺറൈസ് ഒക്കെ കണ്ട് നൈസായിട്ട് മല്ലനെ മാത്രമേ വീട്ടിലേക്ക് പോകാൻ പ്ലാൻ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുവരേക്ക് നമുക്ക് കുറച്ച് നേരം ഇതുപോലെ റൗണ്ടൊക്കെ അടിക്കാം. അതുപോലെ തന്നെ സൺറൈസ് ഒക്കെ കണ്ട് നൈസായിട്ട് മല്ലനെ വീട്ടിൽ പോകാം ഗൈസ്. ഓക്കെ, ഇങ്ങോട്ടൊക്കെ പോണെന്ന് എന്നോട് ചോദിക്കുന്നത് കേട്ടോ. നമ്മളിപ്പോ പോകാൻ പോണ ഇങ്ങോട്ടൊക്കെ എനിക്ക് തന്നെ അറിയത്തില്ല. ആക്ച്വലി ഞാൻ മാടായിപ്പാറ പോയാലും വെച്ചിട്ടായിരുന്നു ചായ കുടിച്ചിട്ട് പുറത്തിറങ്ങിയത്. ബട്ട് ഇപ്പൊ കുറച്ച് കിലോമീറ്റേഴ്സ് നമ്മൾ ഓടി. സത്യം പറഞ്ഞ വീട്ടിൽ പോയും പറഞ്ഞില്ലേ ചായ കുടിക്കാൻ പോകുന്നത് ഇടക്ക് വീട്ടിൽ ചാടലുണ്ട് കാര്യം എനിക്കറിയാം. ബട്ട് ലോങ് ആയി പോയി. നമ്മളിപ്പോ പോണത് ബീച്ചിലോട്ടൊക്കെ ആട്ടോ. ഏതായാലും ഇത്രയും നേരം എന്റെ ഫേവറേറ്റ് പ്ലേസ് ആണ് ബീച്ച് പറയുന്നത്. അപ്പൊ ഗൈസ് ചിലവര് പറയാനുണ്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറക്കം വരുമ്പോൾ ഡ്രൈവ് ചെയ്യരുത് ചിലവര് പറയാറുണ്ട് ഗൈസ്. ഞാൻ സത്യം പറയാനും എന്റെ കാര്യത്തിൽ പറയുവാണെങ്കിൽ ഞാൻ ഉറക്കം വരുമ്പോ ഡ്രൈവ് ചെയ്യുമ്പോൾ എന്നെ ഉറക്കം പോവാണ് ഗൈസ് ചെയ്യാറ്. അപ്പൊ ഓഫായി കിടക്കുവാണ്, ട്രിപ്പൊക്കെ പോകുമ്പോൾ ഓഫായി കിടക്കുവാണ്. എല്ലാവരും എന്താ ചെയ്യുക, നല്ല ഓഫൊക്കെ ആയി കിടക്കുമ്പോൾ വണ്ടി എടുക്കാറില്ല. കാരണം എന്തെങ്കിലും അപകടം പറ്റിയാലോ ഉറങ്ങിപ്പോയാലൊക്കെ വെച്ച്. ബട്ട് എന്റെ അവസ്ഥയിൽ പറയുകയാണെങ്കിൽ ഞാനിപ്പോ എനിക്ക് ഉറക്കം നാളൊക്കെ വന്നു കഴിഞ്ഞാൽ നേരെ വണ്ടി കയറി ഇരുന്ന് ഒരു റൗണ്ടൊക്കെ ഓടിച്ച് അല്ലെങ്കിൽ ഒരു കുറച്ച് നേരമൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉറക്കം പോയി കിട്ടും ഗൈസ്. അതിപ്പോൾ ഓഫായി കിടക്കുവാണെങ്കിൽ അത് ഓണാവും ഗൈസ്. അപ്പോൾ
അങ്ങനെയാണ്. അപ്പൊ ഞാൻ എന്തായാലും ഒരു ലോങ് റൈഡ് ആവും, കുറച്ച് വൈബ് ആക്കാന്ന് വിചാരിച്ചാണ് ഈ നമ്മൾ നേരെ ഇപ്പൊ പയ്യാമ്പലം ബീച്ചിൽ പോണത്. 5:30 മണിക്കുള്ളിൽ ഞാൻ വീട്ടിലെത്താറുണ്ട്. വീട്ടിലേക്ക് എത്താൻ വേണ്ടി നല്ല ലൈറ്റ് ആവും. എപ്പോൾ എത്തുന്ന എനിക്ക് അറിയത്തില്ല ഗൈസ്. അങ്ങനെ ഫൈനൽ പയ്യാമ്പലം ബീച്ചിൽ തിരിക്കും കേട്ടോ. അപ്പൊ ഈ സൺറൈസ് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. ട്രൈപോഡിൽ ഇപ്പൊ ക്യാമറകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ വ്യൂ ഒന്നും കാണാൻ പറ്റത്തില്ല ഗൈസ്. ഫുള്ള് ഇരുട്ടാട്ടോ. 6 മണിയായിരിക്കും, ഇപ്പോഴും ഇരുട്ടാണ് ഗൈസ്. അപ്പൊ സൺറൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. सोच जरा जाने जा तुझको हमें कितना चाहते हैं, रोते हम भी अगर तेरी आंखों में आंसू आते हैं, गाने तो आता नहीं है मगर फिर दिल भी गाते हैं, हे अदिति मान कभी कभी सारे जहां में अंधेरा होता है, लेकिन रात के बाद ही तो सवेरा होता है। कभी कभी अदिति जिंदगी में यूं ही कोई अपना लगता है, कभी कभी अदिति वो बिछड़ जाए तो एक सपना लगता है, ऐसे में നിൽക്കുന്നില്ല. കുറച്ച് സ്ട്രെച്ചിങ് എക്സസൈസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന വഴി നമുക്ക് കുറച്ച് ബ്ലഡ് സർക്കുലേഷൻ കൂടും. അതുവഴി നമുക്ക് ഉറക്കങ്ങളെ പോകുന്നതാണ് ശാസ്ത്രം പറയുന്നത് കേസ്. അപ്പൊ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് ഐഡിയ ഇല്ല കേസ്. കൂടിയും നിൽക്കുന്നില്ല, ഐഡിയ ഇല്ല കേസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബീച്ച് വ്യൂ കാര്യങ്ങളൊക്കെ. ഇനി കുറച്ച് ഇവിടെ സ്പെൻഡ് ചെയ്ത് നമുക്ക് അടുത്ത പരിപാടി നോക്കാനുള്ള പരിപാടിയാണ്. നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഉറങ്ങാതിരിക്കുകയുള്ളതാണ് കേസ്. അപ്പോൾ ഓരോ ആക്ടിവിറ്റി ആയിരിക്കും ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. തന്നെ കിളി പോയി കേസ്. ഇനി ഒറ്റക്കിനി വീട്ടിലേക്ക് തിരിച്ചു പോകും വേണം. ബ്ലോക്കാണ് കേസ്, പണ്ടാറടങ്ങുമോ രാവിലെ തന്നെ ആയതുകൊണ്ട്. അപ്പോൾ ഓക്കെ നോക്കാം. ഗൈസ് അങ്ങനെ ഫൈനലി നമ്മൾ വീട്ടിലെത്തിയിരിക്കുവാണ്. അപ്പോൾ അച്ഛൻ വിളിച്ച് നല്ല തെറിങ്ങാളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെയാണോ രാവിലെ തന്നെ എണീച്ച് പോയതെന്നൊക്കെ. ഗൈസ് അങ്ങനെ വീട്ടിലെത്തിയിരിക്കുവാണ്. നോക്കണ്ട ഗൈസ്, കണ്ണട കോട്ടയാണ്, ഗ്ലാസ് ഇല്ല. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ 1-1.5 മണിക്കൂർ ഒരു 1-1.5 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 24 hours ചെയ്തിരിക്കുവാണ്. അതായത് ഏകദേശം 10:30 ശേഷം ഇന്നലെ ഉറങ്ങി എണീച്ചത്. അതായത് 10:30 പറയുമ്പോൾ ഞാൻ 10:30 തൊട്ട് ഒരു 11 മണി തൊട്ട് 11 മണി തൊട്ട് ഇന്ന് 11 മണി വരെയാണ് 24 hours ആയി. അപ്പോൾ 24 hours കഴിഞ്ഞ് എത്ര നേരം ബൈക്കിൽ നിൽക്കാൻ പറ്റും, സർവൈവ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ നോക്കാൻ പോണത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ബിരിയാണിയും പാർസൽ വാങ്ങിയിട്ടായിരുന്നു ഗൈസ് വന്നത്. എന്തായാലും ബിരിയാണി ഒന്നും കൊതി, ബട്ട് ഇത് തിന്നു കഴിഞ്ഞ് എന്താ സ്ഥിതി എനിക്ക് അറിയത്തില്ല. മിക്കവാറും ഇല്ലതിനേക്കാളും കൂടുതൽ ഉറക്കം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് അകത്താക്കി വെക്കാം ഗൈസ്. അപ്പോൾ ചെറിയൊരു ഉറക്കപ്പിച്ചിങ്ങനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ നേരെ പുഴയിൽ കുളിക്കാൻ വേണ്ടിയിട്ടുള്ളൂ. നമ്മൾ അവിക്കുട്ടൻ നേരെ അവിടെ നിന്ന് ഫിഷിങ്ങൊക്കെ ചെയ്യുന്നുണ്ട്. എനർജിയൊക്കെ കുറച്ചായിട്ട് കുറയുന്നുണ്ട്, ഒരു ഡൗട്ട് ഉണ്ട് ഗൈസ്. ഫ്രഷായി നമ്മുടെ എനർജി വീണ്ടെടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഒന്ന് ഫുള്ള് ഫ്രഷ് ആയിട്ട് വരാം ഗൈസ്. ഗൈസ് അങ്ങനെ കാടും മലയൊക്കെ താണ്ടി നമ്മളിത് പുഴയിൽ എത്തിയിരിക്കും കേട്ടോ. അവിക്കുട്ടനോട് ഇങ്ങോട്ടേക്ക് ഗൈസ്. ഇന്നലെ രാത്രി ഫുള്ള് കിടന്നുറങ്ങിയിട്ട് നോക്കി ഗൈസ്. ഇപ്പോൾ ഉറക്കം തൂങ്ങുന്നുണ്ട് ഗൈസ്. ഞാനിത് 1.5 ദിവസമായി ഇപ്പോൾ ഉറങ്ങാത്ത. അപ്പോൾ നേരെ വള്ളത്തിൽ പോയി തുള്ളുള്ള പരിപാടിയാണ്. പേരും തുള്ളണം, കുറച്ച് പരിപാടീസുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു ഏരിയ നോക്കിയാൽ മടക്കുവാണെങ്കിൽ ഞാനാണ് മാപ്പ്. എൻ്റെ കയ്യിൽ ബുക്കും പലതരം സാധനങ്ങളും ഉണ്ട്. എടാ അത് മാപ്പല്ലല്ലോ, അത് ബാക്ക് പാക്ക് അല്ല, മറന്നു. എടാ മോനെ ഈ സ്ഥലം നോക്കി. A few moments later. ഇവരൊക്കെ ഉറങ്ങിട്ടോ, ഞാൻ മാത്രം ഉറങ്ങാതിനുള്ളൂ. ജിത്തുക്കുട്ടനുണ്ട്, അതിക്കുട്ടനുണ്ട് ബാക്കില്. ഇപ്പൊ നേരെ ബീച്ചിലോട്ട് പോകാട്ടോ വിചാരിക്കുന്നത്. ബീച്ചിലോട്ടൊക്കെ പോയിട്ട് കുറച്ച് ടൈം കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്ത് നമുക്ക് ബീച്ച് ഫുൾ ഗ്ലാസ് ഇട്ടത് കണ്ണ് പെഴുത്ത് ചീഞ്ഞിരിക്കുവാണ് കേസ്, ഉറങ്ങാതെ വേണ്ട. ഓക്കെ, അപ്പൊ ഇതുവരെ അവിടെ എത്തിയിട്ട് കാണാം. சாப்பிடு தூணு கடிச்சு சாப்பிடு.
ഗൈസ് അപ്പോൾ അങ്ങനെ 30 മണിക്കൂർ ഞാൻ സർവൈവ് ചെയ്തിരിക്കുവാണ് ഗൈസ് ഉറങ്ങാതെ. അപ്പോൾ അതിൽ 30 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ രാവിലെ 11 മണി ഇരിക്കുവാണെങ്കിൽ 48 മണിക്കൂർ ആവുന്നതാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ ചെറിയ ഉറക്കപ്പിച്ച് കാണൊക്കെ ഉണ്ട് ഗൈസ്. മെയിനുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഡേ ഉറങ്ങാത്ത മാത്രമല്ല, അതിൻ്റെ ബാക്കത്തെ ദിവസം ഞാൻ 4-5 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഞാൻ തെയ്യത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിച്ച് പെയ്തോ എടാ നീ അവസ്ഥ മനസ്സിലാക്കടാ. 30 മണിക്കൂർ ഉറങ്ങിയില്ല, കൂടാതെ അതിന്റെ ബാക്കത്തെ ദിവസം ഉറക്കും. സീനാണ് കേസ്. അപ്പോൾ ഇതിൽ നേരെ ഫുഡ് അടിക്കാനുള്ള പരിപാടിയാണ്. നല്ലതുപോലെ വെള്ളവും കാളൊക്കെ കുടിച്ചാൽ മതി. പിന്നെ അത്യാവശ്യം കുറച്ച് സ്ട്രെച്ചിങ്ങും എക്സസൈസുകളൊക്കെ ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ വരുമ്പോൾ കുറച്ചുകൂടി ഉറക്കം ഇല്ലായ്മ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിലും കുറച്ച് കട്ടൻ കാപ്പിയൊക്കെ ആക്കി കുടിക്കണം കേസ്. അപ്പോൾ ഇനി ഇതിൽ ഫുഡ് അടിക്കുക. ഫുഡും നല്ല ഹെവി ആയിട്ട് അടിക്കാൻ പാടാം. എന്നിട്ട് അത് മതി ഇനി ബാക്കി ഉറക്കം വരാൻ വേണ്ടി. രണ്ടാമത്തെ ഉറക്കം ഇന്നലെ രാത്രി നല്ല കുണ്ടിക്കൈ വെച്ച് കിടന്നുറങ്ങിയത് ഇപ്പൊ വീണ്ടും ഉറങ്ങാൻ പോവാ. എന്റെ കൂടെ ഇന്ന് നിക്കണേട്ടാ. എന്തുവാളാ ഇതൊരു സ്നേഹമില്ലാത്ത പോലെ. വേറൊരാള് വരുന്നുണ്ട് കേസ് ഇന്ന് രാത്രി, കാണിച്ചു തരാം. എന്നാണ് ഇത് തെങ്ങ് നടന്നു വരുന്നോ? തെങ്ങ് നടന്നു വരുന്നു ഗൈസ്. അയ്യോ തെങ്ങ് വണ്ടി കയറി ഗൈസ്. ഷവായി ഇങ്ങനെ എടുക്കാം. ഗൈസ് അങ്ങനെ ഫൈനലി വീട്ടിലെത്തിരിക്കുവാട്ടോ. ഇനി വീണ്ടും ഉറങ്ങാതിരിക്കുവാനുള്ള പരിപാടിയാണ്, വേറെ പരിപാടികളൊന്നും ഇല്ല. പേരും ഇപ്പൊ എത്ര സമയമായി? 11:43 ആയിട്ടുണ്ട്. 11:43 ആയിട്ടുണ്ട്. നമ്മുടെ ചിത്തുക്കൂട്ടറുണ്ട് കേട്ടോ. കൂട്ടറിനെ പേര് കുറച്ച് മിക്കവാറും ഉറങ്ങുന്നതാണ് പറയുന്നത്. മിക്കവാറും ഞാൻ ഒറ്റയ്ക്കാവും, പറയാൻ പറ്റൂല. പേരും ഇനി എത്ര നേരം കൂടി സർവൈവ് ചെയ്യും നമുക്ക് നോക്കാം. അപ്പോൾ കുറച്ച് നേരം നമുക്ക് എന്തെങ്കിലും സീരീസോ അല്ലെങ്കിൽ മൂവീസോ ഒന്നും കണ്ടിരിക്കാം ഗൈസ്. ഓക്കെ ശരി. നാളില കുറിയിൽ തനിച്ചാണ് കൂട്ടില്ല കണ്ണടച്ചാൽ ഉറക്കം വരണില്ല. വാട്സപ്പിൽ ആരും ലൈവല്ല ലൈറ്റ് അണച്ചാൽ ഇരട്ടത്ത് ചിലപ്പം അരികത്ത് വരുമോ ഭൂതം. കട്ടിലിനടിയിൽ കേട്ടോ അനക്കം ഇന്നലത്തെ പടത്തിലെ പ്രേതം. മുള്ളാൻ മനസ്സിൽ തുളപണ്ണ മോഹം പുതപ്പൊന്ന് മാറ്റാൻ വേണ്ടി വെള്ളം കുടിക്കാൻ ഒടുക്കത്തെ ദാഹം. കഥകൊന്ന് തുറക്കാൻ പിടി സീലിംഗ് ഫാനിന്റെ ഒടുക്കത്തെ കറക്കം. ചട്ടപ്പട്ട കാറ്റിലെ കൊല്ലവിളി കണ്ണടച്ചാൽ ചെവിയിലെ മുഴക്കം. കീ കൊതുകിന്റെ നിലവിളി. യൂട്യൂബ് വീഡിയോസ് കണ്ടു മടുത്തു. ഇനി എന്ത് ചെയ്യും ഇത് കണ്ടു വെറുത്തു. പബ്ജിയിൽ പലവട്ടം മുടികൊണ്ട് മരിച്ചു. ലൂഡോ കളിച്ചിട്ട് തൊട്ട് വെളുത്തു. തിരിഞ്ഞിട്ട് തലക്കുത്തി മറിഞ്ഞിട്ട് വരുന്നില്ല ഉറക്കം. തലക്കിട്ട് കുടിപ്പം എന്തൊരു വിധി ഇത്, എന്തൊരു വിധി ഇത്. ആർക്കും ഗൈസ് അങ്ങനെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയ സമയം പറയുകയാണെങ്കിൽ 3:46 ആയിരിക്കും കേട്ടോ. ഞങ്ങൾക്ക് കാണാൻ പറ്റും 3:46 ആയിരിക്കുവാണ്. അപ്പോൾ ഇനി പോവാ ചായ അടിക്കാനുള്ള പരിപാടിയാണ്, സ്ഥിരം പരിപാടി. 3 മണിയാണ് ഞാൻ പറഞ്ഞല്ലോ ചായ അടിക്കുക. അപ്പോൾ അതിൽ ഇപ്പം എനർജിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമുക്കൊന്നും കാണിക്കാൻ പറ്റത്തില്ല. ഫുള്ളായിട്ട് അങ്ങ് ക്ഷീണം പിടിച്ച് ടയർഡായിരിക്കുവാണ്. അപ്പോൾ നമ്മൾ ചിത്തുക്കൂട്ടണത് ആക്കണ്ട നല്ല ടീച്ചർ ബാക്കി ഇരിക്കാറ് എനിക്ക് ചവിട്ടി കിട്ടും കേസ്. എന്നാൽ ഒരു 10-12 ഓട്ടം എണീപ്പിച്ചിട്ടുണ്ടാവും ഇപ്പം തന്നെ. അപ്പോൾ അതിൽ ചിത്തുക്കൂട്ട കുണ്ടിക്ക് കഴിച്ച് കിടന്നുറങ്ങുന്നുണ്ട്. कभी कभी आदती जिंदगी में यूं ही कोई अपना लगता है. ഗൈസ് ഇത് അങ്ങനെ ഉറങ്ങാതെ തന്നെ രണ്ടാമത്തെ ദിവസത്തെ നേരം വെളുപ്പിച്ചിരിക്കുവാട്ടെ. ഇനി ഏതാനും നിമിഷത്തിനകം 48 മണിക്കൂർ ആവുന്നതാണ്. അപ്പോൾ 48 മണിക്കൂറായി നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനാണ് വിചാരിക്കുന്നത് ഈ ചാലഞ്ച്. നാളൊക്കെ വഴങ്ങി പോകണം കേട്ടോ. അപ്പോൾ ടയർഡാണ്, ബട്ട് എന്നാലും ഉറക്കം വരുന്നില്ല. ഗൈസ് എന്താണെന്ന് എനിക്കറിയത്തില്ല. ടയർഡാണ്, ഉറക്കം വരുന്നില്ല, വട്ടാണെന്ന് വിചാരിക്കുന്നത്. ബട്ട് എനിക്ക് ടയർഡായാലും ചില ടൈം ഉറക്കം വരാറില്ല ഗൈസ്. എനിക്കറിയാം ഫുള്ള് പിമ്പിൾസ് ഒക്കെ റെഡായി എടുത്ത് കാണുന്നത് ഉറങ്ങാത്ത കൊണ്ടാണെന്ന് തോന്നുന്നു. വീട്ടിലോട്ട് പോവാം. ऐसे में कोई कैसे अपने आंसू को बहने से रोके और कैसे कोई सोच ले everything's gonna be okay. कभी कभी तो लगे जिंदगी में रही ना खुशी और ना मजा. कभी कभी तो लगे ഗൈസ് അപ്പോൾ അങ്ങനെ 48 മണിക്കൂറായിരിക്കും സംസാരിക്കാനൊന്നും കഴിയുന്നില്ല ഗൈസ്. നേരെ പോയി കിടന്നുറങ്ങാനുള്ള പരിപാടിയാണ്. അതായത് നമ്മൾ മിനിയാന്ന് രാവിലെ 11 മണിക്കായിരുന്നു ഗൈസ് ചാലഞ്ച് കാണാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നേരെ പോവാ, കിടന്നുറങ്ങുക. സീ യു ഗൈസ്. സ്റ്റെപ്പ് കയറി റൂമിലോട്ട് പോകാൻ വയ്യ ഗൈസ്. എന്തായാലും നാടിന് അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. ബൈ ബൈ, ഗുഡ് നൈറ്റ്.